ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കേക്ക് മുറിക്കുന്ന സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ ആരും കണ്ണനോടും ലക്ഷ്മിയോടും യുദ്ധത്തിനൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്നെല്ലാം പകയും വിദ്വേഷവും ഉള്ളിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ പുറമേക്ക് പറയുന്നത് പോലെയുള്ള സന്തോഷം ഉള്ളിലും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളോട് ചെയ്തതൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റും, പക്ഷേ നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് തുടങ്ങണമെങ്കിൽ സമയമെടുക്കുമെന്ന് നല്ല മറുപടി തന്നെ കണ്ണൻ പ്രതാപിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം നാളെ പൂരം തുടങ്ങാൻ പോവല്ലേ, അതിന് മുൻപ് നമ്മുടെ ശത്രുക്കളൊക്കെ മതിമറന്ന് സന്തോഷിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. പിന്നീട് കമലേശ്വരത്ത് തിരികെ എത്താണ് കണ്ണനും മഹിയും. തുടർന്ന് കണ്ണനോടായിട്ട് നിൻ്റെ അമ്മായിയമ്മയുടെ പിറന്നാളായിട്ട് നീ എവിടേക്ക് വരാതിരുന്നത് മോശമായി പോയി എന്ന് പറയുമ്പോൾ ഇവൻ എങ്ങനെ വരാനാ, പ്രതാപിൻ്റെയും അയാളുടെ അമ്മയുടെയും മുന്നിൽ ഇവന് പുല്ലുവിലയാണ്, ഇവനെ ആ രീതിയിലല്ലേ കമ്പനിയിൽ തരം താഴ്ത്തിയിരിക്കുന്നത് എന്ന് ദുർഗ പറയുമ്പോൾ മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഒരു തരം താഴ്ത്തലും ഉണ്ടാവില്ലായിരുന്നു എന്ന് കണ്ണനും, ജോലി ആത്മാർത്ഥതയോടെ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടും, അതല്ലാതെ വളഞ്ഞ വഴിയിലൂടെ പണം സമ്പാദിക്കാൻ നോക്കിയാൽ അതിനനുസരിച്ചുള്ള ശിക്ഷയും പിടിച്ചു വാങ്ങേണ്ടി വരുമെന്ന് മഹിയും പറയുമ്പോൾ കേട്ടല്ലോ, ഇനി കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്നേക്കാൾ അവകാശം ഇയാൾക്കാണ്, ഒരേട്ടത്തി എന്നുള്ള ബഹുമാനമൊന്നും നീ ഇയാൾക്ക് കൊടുക്കാറില്ല, പക്ഷേ കമ്പനിയിൽ മഹിയെ നീ അനുസരിച്ചേ പറ്റൂ എന്ന് ഉണ്ണിയോടായിട്ട് കടുപ്പിച്ച് തന്നെ കണ്ണൻ പറയുന്നുണ്ട്. അവർ പോയതിന് ശേഷം പായസത്തിൽ ചേർത്തിരിക്കുന്ന ആ വിഷം അതിൻ്റെ റിയാക്ഷൻ തുടങ്ങണമെങ്കിൽ സമയമെടുക്കും, പിന്നെ അയാളുടെ കാലല്ല ഹാർട്ടാണ് നിൽക്കാൻ പോകുന്നത് എന്ന് പകയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. പിന്നീട് രാത്രി മുറിയിൽ വെച്ച് കണ്ണൻ്റെ കൈ പിടിച്ച് നടത്തിക്കാനുള്ള ഒരു ശ്രമം മഹാലക്ഷ്മി നടത്തുന്നുണ്ടെങ്കിലും 2 ചുവട് വയ്ക്കുമ്പോഴത്തേക്കും കണ്ണൻ തളർന്നു പോവാണ്. തുടർന്ന് അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമായിരിക്കും അല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല കണ്ണേട്ട, എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നമുക്കുണ്ടാകും, കുറച്ച് വൈകിട്ടാണെങ്കിലും ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും, ഇത്രയൊക്കെ തന്ന ദൈവത്തിന് അതിനാണോ പ്രയാസം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് കരുണ ഉണ്ണിയെ വിളിച്ചിട്ട് ഇന്ന് രാത്രിയോടെ തന്നെ അവളുടെ ശരീരത്തിൽ അസ്വസ്ഥതകളൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ നാളെ മുതൽ എന്തായാലും അവൾ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും, നിങ്ങൾ ആണുങ്ങളെ പോലെ ഞങ്ങൾക്ക് മണ്ടത്തരമൊന്നും പറ്റിയിട്ടില്ല, മുത്തശ്ശി എൻ്റെ ഒപ്പം കട്ടയ്ക്ക് കൂടെ നിന്നു, ആ വൈദ്യൻ സൂപ്പറാണെന്നും എല്ലാം വിചാരിച്ചതുപോലെ നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു സ്വർണ്ണമാല തന്നെ നൽകണമെന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ. പന്ത് ഇപ്പോൾ നമ്മുടെ കോർട്ടിലാണ്, കണ്ണേട്ടൻ്റെ കസേരയിൽ കയറിയിരിക്കാനായിട്ട് ഉണ്ണിയേട്ടൻ റെഡി ആയിക്കോ, ഞാനും അവളുടെ കസേരയിൽ കയറിയിരിക്കാനായിട്ട് റെഡിയാണെന്ന് കരുണ അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളാനെല്ലാം കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയെ വിളിച്ചതിന് ശേഷം കരുണ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അയാളും അവളും കമലേശ്വരത്ത് എത്തി എന്നാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ മുതൽ അവളിൽ ആ വിഷം പ്രവർത്തിക്കാൻ തുടങ്ങും, പിന്നെ അല്ലേ മുത്തശ്ശി, പിന്നെ ആ വൈദ്യന് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നെല്ലാം കരുണ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട, എല്ലാം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം, പിന്നെ മോള് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പായസം വല്ലാതെ തണുത്ത് കാണും, ഇനി കൂടുതൽ തണുക്കാൻ നിൽക്കണ്ട, മോളതെടുത്ത് കുടിക്കാൻ പറയുമ്പോൾ അയ്യോ ഞാനും അത് മറന്നുപോയി മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് കരുണ വേഗം ഫ്രിഡ്ജ് തുറന്ന് പായസം എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ മോള് പായസം മൊത്തം കുടിക്കുക, ക്ഷീണമൊക്കെ മാറട്ടെ, ഇനി മോളുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നെല്ലാം സന്തോഷത്തോടുകൂടി മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ മഹാലക്ഷ്മിക്ക് വയറിന് എന്തോ ഒരു അസ്വസ്ഥതയും തുടർന്ന് ഛർദിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മഹി വാഷ് ബേസിൻ്റെ അവിടേക്ക് ഓടിപ്പോയിട്ട് ഛർദിക്കുന്നതെല്ലാം കണ്ട് ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വിഷപ്പായസം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങൾ അവൾ കാണിക്കാൻ തുടങ്ങി. കരുണ മോളെയും അവളുടെ മുത്തശ്ശിയെയും സംബന്ധിച്ചേ പറ്റൂ എന്നെല്ലാം മനസ്സിൽ സ്വയം പറഞ്ഞ് സന്തോഷിക്കുകയാണ് ദുർഗ. തുടർന്ന് നേരെ ഉണ്ണിയുടെ അടുത്ത് എന്നിട്ട് വിവരം പറയുന്നുണ്ട്. ഇത്തവണ അവൾ പെട്ടെന്നാടാ തോന്നുന്നത്, അവൾക്ക് മനം പുരട്ടലും ഛർദിലും ഒക്കെ തുടങ്ങിയിടാ എന്ന് സന്തോഷത്തോടു കൂടി പറയുമ്പോൾ കരുണ ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു അവർക്ക് വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ അസ്വസ്ഥതയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങുമെന്ന്, ഇനി അവർക്ക് ഇതിങ്ങനെ കൂടി വരും, അയാളുടെ ശരീരത്തിലെ വിഷവും ഇതുപോലെ പ്രവർത്തിച്ചു തുടങ്ങും, അങ്ങനെ വൊമിറ്റ് ചെയ്ത് അവൾ അവസാനം ചോര തുപ്പാൻ തുടങ്ങും, ഒരു ഡോക്ടർ വിചാരിച്ചാലും അയാളെയും രക്ഷിക്കാൻ കഴിയില്ല, ഞാൻ ഇപ്പോൾ തന്നെ ഈ സന്തോഷ വാർത്ത കരുണയെ വിളിച്ചിട്ട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി കരുണയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കരുണയെ നീ പറഞ്ഞതുപോലെ അവർക്ക് വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അവർക്ക് നല്ല വൊമിറ്റിംഗ് ഉണ്ട്, വൈകാതെ അയാളിലും ആ വിഷം പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് പറയുമ്പോൾ ആണോ ഉണ്ണിയേട്ടാ,
ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. അവൾ ദൈവത്തെ മുറുകെ പിടിച്ചു നടക്കുന്നവളാണെന്നല്ല ഉണ്ണിയേട്ടനടക്കം എല്ലാവരും പറഞ്ഞത്. എന്നിട്ട് ഒരു ദൈവവും അവളുടെ രക്ഷയ്ക്ക് ഉണ്ടായില്ലല്ലോ. ഇനി ആ അയ്യപ്പ വിഗ്രഹം അവളുടെ പൂജാമുറിയിൽ നിന്നും എടുത്തു മാറ്റണം. ഞാൻ എന്തായാലും ഈ സന്തോഷ വാർത്ത അച്ഛനെയും മുത്തശ്ശിയും ഒന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കരുണ മഹാലക്ഷ്മിയുടെ ശരീരത്തിൽ വിഷപ്പായസം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രതാപനെയും മുത്തശ്ശിയെയും അറിയിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. ഇനി ഏറിയാൽ 2 ദിവസം കൂടി മാത്രമേ അവൾക്ക് ആയുസുള്ളൂ. ആ പ്രേതക്കളി കളിച്ച് അവൾ നമ്മളെയെല്ലാം കുറേ പേടിപ്പിച്ചതല്ലേ. ഇനി മഹാലക്ഷ്മിക്ക് ശരിക്കും യക്ഷിയായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയെ കളിയാക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന തിരിച്ചടികൾ അറിയാതെയാണ് അവരിങ്ങനെ മതിമറന്ന് സന്തോഷിക്കുന്നത്. പിന്നീട് മഹാലക്ഷ്മിയുടെ ഈ അസ്വസ്ഥതയും വൈയാകിയൊക്കെ കാണുന്ന കണ്ണൻ, തനിക്ക് എന്ത് പറ്റി മഹി, ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണമെന്നെല്ലാം പറയുമ്പോൾ അതൊന്നും വേണ്ട കണ്ണേട്ടാ, കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറിക്കോളൂ എന്നെല്ലാം മഹി പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, താൻ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കണ്ണൻ മഹാലക്ഷ്മിയെ ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന മഹിയെ ഡോക്ടർ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നും, വയറിനെ പിടിക്കാത്ത എന്തോ ഒന്ന് കഴിച്ചതിൻ്റെയാണ്, ഫുഡ് പോയ്സൺ പോലെ, 2 ദിവസം മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്താൽ മതി, എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. അതിനുശേഷം കാണിക്കുന്നത് മേഘൻ വാമനോടായിട്ട് പറയുന്നുണ്ട്, ഉണ്ണി എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു അച്ഛാ, വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ മഹാലക്ഷ്മിക്ക് കണ്ടു തുടങ്ങി എന്നാണ് അവൻ പറഞ്ഞത്. ഇനി അധികം വൈകാതെ കണ്ണനിലും ആ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും. ഇനി രക്ഷയില്ല അച്ഛാ, ആര് വിചാരിച്ചാലും മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ കഴിയില്ല. കരുണമോള് കാര്യം സാധിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എങ്കിലും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മേഘ. കാരണം മഹാലക്ഷ്മിയും കണ്ണനും മരിച്ചു എന്ന് കരുതി ഇതിനു മുൻപും നമ്മൾ പലതവണ ഇങ്ങനെ സന്തോഷിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്, അവൾ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ട് വരുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് എന്നെല്ലാം വാമൻ പറയുമ്പോൾ ഇത്തവണയും അങ്ങനെയൊന്നും അല്ല അച്ഛാ, മഹാലക്ഷ്മിയും കണ്ണനും ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകും, അച്ഛൻ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് മേഘൻ. അങ്ങനെ മഹാലക്ഷ്മിയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്ന ഒരു വിഷം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത്തവണ അവളെയും കണ്ണനെയും വെള്ള പുതുപ്പിച്ച് കിടത്തിയിരിക്കുന്നത് കാണാം എന്ന് ആശ്വസിച്ച് സന്തോഷിക്കാണ് കരുണയും പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും ദുർഗയൊക്കെ. പക്ഷേ അവർക്ക് എല്ലാവർക്കും കനത്ത തിരിച്ചടി കിട്ടുന്നതിന് മുൻപുള്ള ചെറിയൊരു സന്തോഷം മാത്രമാണിത്. അങ്ങനെ വിഷപ്പായസം കഴിച്ച കരുണയുടെ ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ചെറുതായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്